ചില ശബരിമല വിഷയത്തിൽ CPM-ന്റെ കള്ളക്കളി ഉടനടി പൊളിയുമെന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വരുവാൻ പോകുന്ന മാർച്ച് 14 സുപ്രീം കോടതിക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ കൊടുത്തിരിക്കണം. അപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് യെസ് ഓർ നോ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ, ഉടനടിയൊന്നും പറയണ്ടല്ലോ എന്നാണ് സർക്കാരിന്റെ നിലപാട്. പക്ഷെ അത് പൊളിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലില്ലേ? രാഹുലെ, ഈ യെസ് ഓർ നോ പറഞ്ഞാൽ പറ്റുമോ എന്ന് അതിബുദ്ധി ചോദ്യം ചോദിച്ചത് പി രാജീവാണ്. കാര്യം ഇവർക്കൊക്കെ അവർ നവോത്ഥാനത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ സ്ത്രീ സമത്വം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഖനമുണ്ടല്ലോ. സ്ത്രീ സമത്വം, നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ വാക്കുകൾക്കൊരു ഖനമുണ്ട്. പക്ഷേ ഇവിടെ പൂട്ട് വീഴാൻ പോകുന്നത് ഇപ്പോൾ ഈ ഖനവും ഈ കാണുന്ന പ്രകടനപരതയൊന്നും ഈ പറയുന്ന ദിവസം നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കോടതി നിലപാടിലെ ഇരട്ടത്താപ്പ്. ഇപ്പം ഇത് പറയണോ വേണ്ടേ എന്നുള്ളത് കള്ളി വെളിച്ചത്താവുകയാണ്. അതായത് ഇവർക്ക് വേണ്ടി ഈ പറയുന്ന രീതിയിൽ വാദിച്ച പിന്നെ ഇവരുടെ വക്കീലുണ്ടല്ലോ, ഈ സർക്കാരിൻ്റെ വക്കീലുണ്ടല്ലോ, അദ്ദേഹം എന്താ പറഞ്ഞത്? അതായത് LDF സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്നതിനെക്കുറിച്ച് ഈ അഭ്യൂഹം നിലനിൽക്കുന്ന സമയത്താണ് ഈ പുനഃപരിശോധന ഹർജി കേന്ദ്രം പരിശോധിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 60ഓളം പുനഃപരിശോധന ഹർജികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ശബരിമല യുവതി പ്രവേശനത്തിന് വിധിക്കെതിരായ പുനഃപരിശോധന ഹർജി കേരളം ഇതുവരെ എതിർത്തിരുന്നു എന്ന് കേരളത്തിന് വേണ്ടി വാദിച്ച വക്കീൽ പറഞ്ഞിരിക്കുക. അതായത് അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ഒരു മുതിർന്ന അഭിഭാഷകനാണ്. ആ കള്ള അദ്ദേഹം തന്നെ പൊളിച്ചെടുക്കിയിരിക്കുക അല്ലേ. ഇവര് യുവതി പ്രവേശനത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു സാർ. അയച്ചാൽ കോടതിയിൽ ഈ ഒരു കേസ് എടുക്കുമ്പോൾ ഇന്നലെ വരെ എന്ത് നടന്നു എന്നുള്ളത് പറയേണ്ട വക്കീലിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം. അപ്പോൾ വക്കീൽ എന്ന് പറയുകയാണ് സാർ ഇവർ കപടന്മാരാണ് എന്ന് പച്ചയ്ക്ക് പറയുകയാണ്. അവിടെയാണ് ഈ സ്ട്രാറ്റജി കള്ളന്മാരാണ്. ഇന്നലെ വരെ സർക്കാർ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ അനുകൂലമായിട്ട് നിന്നിട്ട് നാളെ കാല് വാരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല സാർ എന്നാണ് വക്കീൽ പറഞ്ഞത്. അവരുടെ വക്കീലാണ് പറഞ്ഞത് അല്ലേ. പാവം വക്കീലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ കള്ളം ഇതാണെന്ന് ആ മനുഷ്യർ പറയേണ്ടി വന്നു. കാരണം അതാണ് ആ ഒരു വക്കീൽ പ്രൊഫഷണൽ അത് പറയേണ്ടി വന്നു. അപ്പോൾ അതിന് തിരിച്ച് കേന്ദ്ര ഗവൺമെൻറ് എന്താ പറഞ്ഞിരിക്കണേ? ഏതാണ്ട് 60ഓളം ഹർജി വന്നിട്ടുണ്ട്. തുഷാർ മേത്ത എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ സോളിസിറ്റർ ജനറൽ അദ്ദേഹം പറഞ്ഞ എന്തുവാ? അദ്ദേഹം പറഞ്ഞത് 60ഓളം പുനഃപരിശോധന ഹർജികളുണ്ട്, അതിനോടൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്നാണ്. അപ്പോൾ ഇവിടെ ആരുടെ കൂടെയാണ്? ഇപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ ഇടതു വക്താവായ ജയചന്ദ്രൻ ചേട്ടനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഇടകൊണ്ട് പടവെട്ടുന്ന രീതി BJPയും കാണിച്ചു, കോൺഗ്രസും കാണിച്ചു. കാര്യം യുവതി പ്രവേശനം ആദ്യം വന്ന സമയത്ത് അതിനെയൊക്കെ അനുകൂലിച്ചവരാണ് അനുകൂലിച്ചവരാണ് BJP, കോൺഗ്രസും അനുകൂലിച്ചതാണ് എന്നാണ് ജയേന്ദ്രൻ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു കാര്യം നമുക്കിവിടെ പറയേണ്ടി വരും. കാര്യം ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ സമത്വം എന്നും സ്ത്രീ സമത്വം എന്നും അതൊന്നും ഇതൊന്നൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ ചാടി വീണ് ചിലപ്പോൾ പറഞ്ഞു പോകും. സ്ത്രീകൾക്ക് സമൂഹത്തിൽ സമത്വം ഉണ്ട്, വേണം. ഇപ്പം ഞാനും പിന്നെ രാഹുലും അടങ്ങുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ പെങ്ങൾക്ക്, ഇപ്പം എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, താങ്കളുടെ പെങ്ങൾക്കൊക്കെ അവർക്ക് സമത്വമുണ്ട്. പക്ഷേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് പറയുന്ന മറ്റ് ജാതി മതസ്ഥർക്ക് ഉള്ളതുപോലെ തന്നെ നമുക്കും ഉള്ളതല്ലേ അല്ലേ. ഇപ്പം ഈ നമ്മൾ ഒരു ജാതിയെ ഒരു മതത്തെ നമ്മൾ പറയുന്നതല്ല. നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. നമ്മുടെ പെങ്ങന്മാരെ പോലെ കാണുന്ന ഈ മുസ്ലിം പെൺകുട്ടികൾ പൊതുധാരയിൽ ആണുങ്ങൾക്കൊപ്പം പോലും നിസ്കരിക്കുന്ന രാഹുൽ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല രാഹുലെ. ഒരു കല്യാണം പോലും അവർ നടത്തുമ്പോൾ കല്യാണ ചെക്കനും പെണ്ണും ആണുങ്ങളും മാത്രം രഹസ്യം പോലെയാണ് കല്യാണം നടത്തുന്നത് അല്ലേ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കാവുന്ന പോലെ പിന്നെ ഹിന്ദുക്കൾക്ക് രാവിലെ ഞാനൊരിക്കലും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, ചിലയിടങ്ങളിൽ നമുക്ക് പറയേണ്ടി വരും. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ഈ കേസുകൾ കൊണ്ടുവന്നത് തന്നെ RSSഉം BJPയും തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് ശബരിമല സ്ത്രീ പ്രവേശനത്തിനായിട്ട് ആദ്യത്തെ ഹർജി കൊടുക്കുന്നത് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ BJPക്കും RSSനും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്, പങ്കുണ്ട്. അതെ. BJPയുടെ അവസാനത്തെ നിലപാട് തന്നെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സുവർണാവസരമാണ്. ആ സുവർണാവസരം സൃഷ്ടിക്കുകയായിരുന്നു BJP ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ പറഞ്ഞ തുഷാർ മേത്ത പറഞ്ഞ പുനഃപരിശോധന ഹർജി, ആ പുനഃപരിശോധനയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തെരുവിലേക്ക് അമ്മമാരിറങ്ങി വിളക്കുമായിട്ട് RSSഉം BJPയൊക്കെ കരുതിയത് ആ നിലപാടിനോടൊപ്പം നിൽക്കും എന്നാണ്. പക്ഷെ അതേ സമയം തന്നെ നമ്മുടെ ഇറങ്ങി NSS ആണെന്ന് തോന്നുന്നു, ശക്തമായിട്ട് എതിർത്തു. ഞങ്ങൾ ഇത്തരത്തിലുള്ള ആചാര ലംഘനത്തിന് വേണ്ടി ഞങ്ങൾ ദീപം കത്തിച്ച് വിളക്ക് കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു പ്രതിഷേധം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വലിയൊരു പ്രതിഷേധമായിരുന്നു. ഒരു പാർട്ടിക്കോ ഒരു സംഘടനയ്ക്കോ നടത്താൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോയപ്പോൾ പാർട്ടി ഞെട്ടി. BJP ആണെങ്കിലും BJP അപ്പം തന്നെ സ്റ്റാൻഡ് മാറ്റി. ഇത് ഞങ്ങളുടെ വിജയം,
ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം. നമുക്കത് കൃത്യമായിട്ട് അറിയാം അല്ലേ, കള്ളം പൊളിഞ്ഞതൊക്കെ. ആരാണ് ഈ കേസ് കൊടുത്തത് എന്ന് നോക്കിയാൽ മതി. RSSന്റെ കൃത്യമായിട്ടുള്ള അജണ്ടയായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത്. അതിനെ മറയാക്കിക്കൊണ്ട് ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുക, അതിന് അനുകൂലമായിട്ട് നിൽക്കുക എന്നൊരു സ്റ്റാൻഡായിരുന്നു CPMനുള്ളത്. അതായത് സ്ത്രീ പ്രവേശനം അനുകൂലമായിട്ട് നിൽക്കുക. CPM ഒരു ബലിയാടാണ്. CPMനെ സംബന്ധിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവർ മണ്ടന്മാരാണ്, ഇവർ ബലിയാടുകൾ തന്നെയാണ്. മണ്ടന്മാര് എന്ന് ചോദിച്ചു അല്ല, ഇതിന്റെ മുകൾ തട്ടിലുള്ള ആളുകൾ കൃത്യമായിട്ട് സെറ്റിൽമെന്റ് ചെയ്തതിന് ശേഷം താഴെ തട്ടിലുള്ള അണികളാണ് യഥാർത്ഥത്തിൽ ബലിയാടായി എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വേണ്ട പ്രത്യേക സ്റ്റാൻഡൊന്നുമില്ല. ഒരു നേതാവിന് ഒരു സ്റ്റാൻഡാണെങ്കിൽ മറ്റു നേതാക്കന്മാർക്ക് മറ്റൊരു സ്റ്റാൻഡായിരിക്കും. ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യമാണത്. ജനാധിപത്യം കൂടുതലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അവർ പറയും. പറഞ്ഞോളൂ. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഒരു സ്റ്റാൻഡിലാണ് മുന്നോട്ട് പോയത്. വരട്ടെ, മുന്നോട്ട് പോട്ടെ, എങ്ങനെയാണെന്ന് നോക്കട്ടെ, അതിനുശേഷം പറയാം. ആ രീതിയിൽ പോയതിനു ശേഷം വലിയ രീതിയിലുള്ള സമരങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വാസ സമൂഹത്തിനൊപ്പമാണ് എന്നുള്ള സ്റ്റാൻഡ് കോൺഗ്രസ്. അല്ല, അത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവുമ്പോഴത്തേക്ക് വ്യക്തമായ ഒരു നിലപാട് പെട്ടെന്ന് കയറി എടുക്കാൻ പറ്റില്ല. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ CPM എന്ന് പറയുന്ന പാർട്ടിയെ RSS നല്ല രീതിയിൽ കളിപ്പിക്കുകയായിരുന്നു, BJP കളിപ്പിക്കുകയായിരുന്നു. അതിനെ ആദ്യം ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന ഇങ്ങനെ ഒരു ആശയം തന്നെ ഉണ്ടാക്കി ഒരു സാധനം സെറ്റ് ചെയ്ത് ട്രാപ്പിപ്പെടുത്തിയപ്പോഴത്തേക്ക് ഈ പറയുന്ന മറ്റേ നവോത്ഥാനമെന്നും മറ്റേ കടുകട്ടി വാക്കുകളും പറയുന്ന പൊട്ടന്മാര് അതിൽ ചെന്ന് വീണു. ഇപ്പൊ വീണ്ടും പൊട്ടന്മാര് വീഴാൻ പോവാ. എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് BJPയുടെ വിജയമായിരുന്നു. വിജയ രീതിയിൽ ഒരു ഗുരുതിക്കൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട്. ഗുരുതിക്കൾ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് സ്പർദ്ധ ഉണ്ടാക്കാൻ, പിണറായി വിജയനെതിരെ ഇത്രത്തോളം വിദ്വേഷം ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് BJPയിലേക്ക് വരുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം, അയ്യപ്പനെ തൊട്ട് കളിച്ചവരല്ലേ. തീർച്ചയായിട്ടും അയ്യപ്പനെ തൊട്ട് കളിച്ചുകൊണ്ടാണ് ഇവന്മാരൊക്കെ എന്ന് കയറിയോ അന്ന് നശിച്ചു തുടങ്ങിയത് എന്ന് പറഞ്ഞതിന് ശേഷം BJPയിലേക്ക് പോകുന്നത്. അവിടെ അയ്യപ്പനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. രാഹുൽ പറഞ്ഞ വളരെ കറക്റ്റാണ്. ആ അജണ്ട സെറ്റ് ചെയ്ത് അതിൽ ചെന്ന് ട്രാപ്പിഡായി, എന്നിട്ട് തെറി കേൾക്കുകയും ചെയ്തു, അവർ പോവുകയും ചെയ്തു. ഇപ്പോഴും അതിന്റെ ഇപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് ഇതിന്റെ ഉൾക്കളികളൊന്നും അറിയത്തില്ല. ഇത് BJP ആണ് കൊണ്ടുവന്നത്, CPM ആണ് കേസ് കൊടുത്തത് എന്നൊന്നും ആർക്കും അറിയാനും ശ്രമിക്കില്ല. അവരെ സംബന്ധിച്ച് പിണറായി വിജയനാണ് ഇതിന്റെ എല്ലാം കാരണഭൂതൻ. പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയനെ ചീത്ത വിളിച്ചിട്ട് BJPയിലേക്ക് പോകുന്നു, കോൺഗ്രസിലേക്ക് പോകുന്നു. അത് ഹിന്ദു സമുദായത്തിലെ പ്രബലമായ വിഭാഗങ്ങൾ തന്നെയാണ് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ NSSലുള്ള ആളുകളാണ് കൂടുതലും BJPയിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ശബരിമല വിഷയം. ഒറ്റ കാര്യം കൊണ്ട് അല്ല, അങ്ങനെ പോയ ഒരുപാട് പേരെ എനിക്കറിയാം. ഒറ്റ വിഷയം എന്റെ കുടുംബത്തിലുണ്ട്. എന്റെ കുടുംബത്തിൽ SNDP സമുദായത്തിൽപ്പെട്ടവര് അവരൊക്കെ തന്നെ എത്രയോ പേര് മാറിപ്പോയി കഴിഞ്ഞു. കാര്യം ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എന്താണ് അജണ്ട എന്ന് ഇന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്ത് പറയണമെന്ന് ബുദ്ധിജീവി രാജീവിനെ അറിയില്ല. അറിയാത്തതല്ല, പക്ഷെ ഉള്ളിൽ കാര്യം അത് സാങ്കല്പിക ചോദ്യങ്ങൾക്ക് സാങ്കല്പിക ഉത്തരമായതുകൊണ്ട് സാങ്കല്പികമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പറയാമെന്ന് പറഞ്ഞത്. ഏതായാലും നമുക്ക് ഒരു കാര്യം ഇതിൽ പറഞ്ഞു വെക്കാം. ട്രാപ്പിഡാണ് ആര് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM. ആ കെണി ഒരുക്കിയത് BJP ആണ്. എന്നിട്ട് ഇപ്പോൾ അവർ കൈ കഴുകിയിട്ടുണ്ട്. ഈ 60ഓളം പുനഃപരിശോധന ഹർജി നോക്കും പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ മുന്നിൽ ആരാണ് മിടുക്കരായത്? BJP അല്ലേ മിടുക്കരായത്. രാഹുൽ പറഞ്ഞ പോലെ ഇതിനകത്ത് എന്താണ് കളി നടന്നെന്നുള്ളത് ജനത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ. സുരേന്ദ്രനൊക്കെ അന്ന് കാണിച്ചതും. പക്ഷേ രാഹുൽ ഒരു കാര്യം ഇതിൽ പറയേണ്ടി വരും. ഈ കേസുമായി ബന്ധപ്പെട്ട് പാവം കുറച്ച് ചെറുപ്പക്കാരെ കേസുകളിൽ പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതിനുള്ള VD സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ പേരിലുള്ള കള്ള കേസുകൾ, എത്രയോ ചെറുപ്പക്കാരുടെ പേരിൽ കള്ളക്കേസുണ്ട് സാർ, അതൊന്നും നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയുമോ? അതായിരിക്കണം സാർ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ആ ഒരു വലിയ കാര്യം നിങ്ങൾ ചെയ്യണം അല്ലെ. എത്ര ആഗോള അയ്യപ്പ സംഗമം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ വന്നെടുത്തിട്ടുള്ള കേസുകൾ, ആ എടുത്ത കേസുകൾ പാവം. ഇപ്പം രാഹുലിനായിരുന്നാലും ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിയായിരുന്നാലും കേരളത്തിൽ ഒരു കൂട്ടം, അതായത് അയ്യപ്പ ഭക്തർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ദൈവമാണ് അയ്യപ്പൻ. അല്ല, അതിനകത്ത് അജണ്ട സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരാള് വന്നിട്ട് നമുക്ക് സമരം ചെയ്യാം നമ്മുടെ അയ്യപ്പന് വേണ്ടി എന്ന് പറഞ്ഞ് സ്വാമി ശരണം അയ്യപ്പ വിളിക്കാൻ പറയുമ്പോ ഭക്തജനങ്ങള് സ്വാമി ശരണം അയ്യപ്പ വിളിക്കും. അപ്പൊ പോലീസ് കാണുമ്പോ എന്താ, എല്ലാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അജണ്ട എന്താണ് എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. അതും കൂടെ പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അജണ്ട സെറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെയുള്ള ഹിന്ദു സമുദായം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നവരോ അല്ലാത്തവരോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ BJPയെ വളർത്താനായി ഈ പറയുന്ന CPMനെ ഇവർ ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ട്രാപ്പിൽ വീണോ ഇല്ലയോ എന്നറിയില്ല പിണറായി വിജയനും ഈ കൂടെയുള്ളവരും. കാര്യം കോൺഗ്രസിന് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഈ ട്രാപ്പിൽ അന്ധമായ രാഷ്ട്രീയ വിരോധം കാരണം CPM വീഴുന്നതിൻ്റെ ഫലമായിട്ട് അല്ല, CPM ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണൊരു പൂച്ചയായിട്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്നത് ഇതിൽ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ബുദ്ധിജീവി രാജീവും നവോത്ഥാന പുതിയ നാരായണ ഗുരുവായ മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ത് പറയുമെന്നുള്ളത് ഒന്നും പറയാനില്ല. മര്യാദയ്ക്ക് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ അനുസരിച്ച് ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് വോട്ടിട്ടാൻ വേണ്ടിയെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് തന്നെ നല്ലത്.